നമുക്ക് വളരെ എളുപ്പത്തിലൊരു ചെറിയ അയലമീൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കറി വെക്കാം. അതിനായിട്ട് നമുക്ക് എന്നാ പറയണ്ടേ, വളരെ എളുപ്പത്തിലുള്ള ചേരുവകളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പം അതിനായിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കിയെടുത്ത ചെറിയ അയലമീനുണ്ട്, പിന്നെ 2 കറിവേപ്പിലയുടെ തണ്ട് എടുത്തിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്, ഒരു ചെറിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക് പൊളന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് കടുക് ഉലുവയും ഇട്ട് കൊടുക്കാം. ഈ കടുകും ഉലുവയും പൊട്ടിയിട്ടുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ഞാൻ 4 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത് കേട്ടോ. ഇത് 1/2 കിലോ മീനായിരുന്നേ. അപ്പോൾ 4 ടീസ്പൂൺ ചെറിയ ടീസ്പൂണിന് കാശ്മീരി ചില്ലി അതൊന്ന് ഇതിലേക്ക് ഇട്ട് ചൂടാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് പിന്നെ കടുക് പൊട്ടിക്കണ്ട. ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മളങ്ങ് വെച്ചാൽ മതി കേട്ടോ. അതിലേക്ക് ഞാൻ ഈ ചേരുവകളെല്ലാം കൂടി ഒരുമിച്ച് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഒത്തിരി ഇളക്കണ്ട, കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് നല്ലോണം ചാറായി വന്നോളൂ. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മീനിൻ്റെ കറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എല്ലാം ചേർത്ത് വെച്ചു. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാൻ മറന്നുപോയായിരുന്നു. അപ്പം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും പിന്നെ നമ്മൾ കുടംപുളിയാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നത്. അതൊരു 5-6 ചെറിയ കഷ്ണമുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇപ്പോൾ ഒത്തിരി ചാറ് വേണ്ട. ഇത് തക്കാളി എല്ലാം പറ്റി കഴിയുമ്പോഴത്തേക്ക് നല്ല കുറുകുറാവോ അല്ലോ ചാറ് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചെറിയ അയലമീനൊക്കെ കിട്ടിയാൽ നമ്മളിങ്ങനെ കറി വെച്ചാൽ മതി. എളുപ്പമാണ്. എല്ലാം വഴറ്റി ചേർക്കാനൊന്നും നിൽക്കണ്ട, ഇങ്ങനെ ചേർത്തേച്ചാൽ മതി. അപ്പോൾ നല്ല രുചിയുള്ളൊരു മീൻ കറിയാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ചാനലൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ വളരെ പെട്ടെന്ന് എല്ലാവർക്കും കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ എല്ലാ കറികളിലും ഇവിടെ തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പം ഓക്കെ, താങ്ക് യു.